നമസ്കാരം. ഇന്ന് നമ്മൾ സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നു. സമൂഹവും വ്യക്തികളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. വ്യക്തികൾക്ക് അവരവരുടെ സ്ഥാനങ്ങളും പദവികളും സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയില്ല, മറിച്ച് നമ്മൾ അംഗമായിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളാണ് അത് നിശ്ചയിക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ നമ്മളെ നിയന്ത്രിക്കുകയും ശിക്ഷിക്കുകയും അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇവ രാഷ്ട്രം പോലുള്ള വലിയ സ്ഥാപനങ്ങളോ, സ്ഥൂല സാമൂഹിക സ്ഥാപനങ്ങളോ, കുടുംബം പോലുള്ള ചെറിയ സ്ഥാപനങ്ങളോ ആകാം. ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായും 5 സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കുടുംബം, വിവാഹം, ബന്ധുത്വം, രാഷ്ട്രീയം, സാമ്പത്തികം, മതം, വിദ്യാഭ്യാസം. സാമൂഹിക സ്ഥാപനങ്ങളുടെ സ്വഭാവം. സ്ഥാപിതമായ നിയമങ്ങൾ, ചട്ടങ്ങൾ, ആചാരങ്ങൾ എന്നിവ അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. ഈ ചട്ടങ്ങൾ മനസ്സിലാക്കാതെ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിയില്ല. സ്ഥാപനങ്ങൾ വ്യക്തികളെ നിയന്ത്രിക്കുമ്പോൾ തന്നെ അവർക്ക് അവസരങ്ങളും നൽകുന്നു. ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ആളുകൾ കുടുംബം, മതം, രാഷ്ട്രം, വിദ്യാഭ്യാസം എന്നിവയെ ഓരോ ലക്ഷ്യമായാണ് കാണുന്നത്. നിർവഹണവാദികളും സംഘടനവാദികളും സാമൂഹിക സ്ഥാപനങ്ങളെ കാണുന്ന രീതി. നിർവഹണവാദികൾ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി നിലകൊള്ളുന്ന സാമൂഹിക മാനദണ്ഡങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പങ്കുബന്ധങ്ങൾ എന്നിവയുടെ സങ്കീർണമായ കൂട്ടമാണ് സാമൂഹിക സ്ഥാപനങ്ങളെന്ന് നിർവഹണവാദികൾ പറയുന്നു. കുടുംബം, മതം എന്നിവ അനൗപചാരിക സ്ഥാപനങ്ങൾക്കും നിയമം, വിദ്യാഭ്യാസം എന്നിവ ഔപചാരിക സ്ഥാപനങ്ങൾക്കും ഉദാഹരണങ്ങളാണ്. സംഘടനവാദികൾ സമൂഹത്തിലെ എല്ലാവരും തുല്യരല്ലെന്ന് സംഘടനവാദികളിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. കുടുംബം, മതം, രാഷ്ട്രീയം, സാമ്പത്തികം, നിയമം, വിദ്യാഭ്യാസം തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ വാദിക്കുന്നു. പ്രബല വിഭാഗങ്ങൾ തങ്ങളുടെ ആശയങ്ങൾ സമൂഹത്തിന്റെ പൊതു ആശയങ്ങളാണെന്ന് വരുത്തിത്തീർക്കുന്നു. കുടുംബം, വിവാഹം, ബന്ധുത്വം. കുടുംബം ഒരു സാർവത്രിക സാമൂഹിക സ്ഥാപനമാണ്. കുടുംബത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഓരോ സമൂഹത്തിലും വ്യത്യസ്തമാണെങ്കിലും കുടുംബം, വിവാഹം, ബന്ധുത്വം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിർവഹണവാദികളുടെ കാഴ്ചപ്പാട്. കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും സാമൂഹിക ക്രമം നിലനിർത്തുകയും ചെയ്യുന്നു. ആധുനിക വ്യാവസായിക സമൂഹത്തിൽ സ്ത്രീകൾ വീട്ടുജോലികളും പുരുഷന്മാർ വരുമാനം നേടാനുള്ള ജോലിയും ചെയ്യണമെന്ന് അവർ വാദിക്കുന്നു. വ്യാവസായിക സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായ കുടുംബരൂപം അണുകുടുംബമാണെന്നും അവർ വിശ്വസിക്കുന്നു. വിമർശനങ്ങൾ. ഈ കാഴ്ചപ്പാടിനെ പല പഠനങ്ങളും ചോദ്യം ചെയ്യുന്നു. ഇന്ത്യയിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വ്യാവസായിക സമൂഹങ്ങളിൽ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായിക്കൊള്ളണമെന്നില്ല. കൂടാതെ വസ്ത്രകയറ്റുമതി പോലുള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗം തൊഴിലാളികളും സ്ത്രീകളാണ്. ഇത് ലിംഗപരമായ വേർതിരിവ് എല്ലാ കുടുംബങ്ങളിലും പുരുഷനെ വീട്ടിന്റെ മേധാവിയാക്കുന്നു എന്ന വാദത്തെ ചോദ്യം ചെയ്യുന്നു. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വീടുകൾ. പുരുഷന്മാർ ജോലിക്കായി നഗരങ്ങളിലേക്ക് കുടിയേറുമ്പോൾ സ്ത്രീകൾ കൃഷി ചെയ്യുകയും കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായി മാറുകയും ചെയ്യുന്നു. അത്തരം കുടുംബങ്ങളെയാണ് സ്ത്രീകൾക്ക് നേതൃത്വമുള്ള വീടുകൾ എന്ന് പറയുന്നത്. വിധവകളായ സ്ത്രീകളും ഭർത്താവ് ഉപേക്ഷിച്ചുപോയ സ്ത്രീകളും പലപ്പോഴും കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നു. കുടുംബരൂപങ്ങളിലെ വ്യതിയാനങ്ങൾ. കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതാകുന്നു എന്നൊരു പൊതുധാരണയുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ആയുർദൈർഘ്യം വർദ്ധിച്ചതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കൂട്ടുകുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവെന്ന് എം ഷാ എന്ന സമൂഹശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുന്നു. കുടുംബങ്ങളെ വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിക്കാം. മാതൃഭവനാധിഷ്ഠിതം അഥവാ മാട്രിലോക്കൽ. വരൻ വധുവിന്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. പിതൃഭവനാധിഷ്ഠിതം അഥവാ പാട്രിലോക്കൽ. വധു വരന്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. അതുപോലെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ പിതൃമേധാവിത്വമെന്നും മാതൃമേധാവിത്വമെന്നും തിരിക്കാം. കുടുംബവും സമൂഹത്തിലെ മാറ്റങ്ങളും. കുടുംബഘടനയും സമൂഹവും വളരെ അടുത്ത ബന്ധമുണ്ട്. ജർമ്മനിയുടെ ഏകീകരണത്തിന് ശേഷം സാമൂഹിക സംരക്ഷണം പിൻവലിക്കപ്പെട്ടപ്പോൾ സാമ്പത്തിക അരക്ഷിതത്വം കാരണം വിവാഹങ്ങൾ കുറഞ്ഞു. ഇത് രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ കുടുംബഘടനയെ എങ്ങനെ ബാധിക്കുന്നുവെന്നതിന് ഉദാഹരണമാണ്. വിവാഹം എന്ന സ്ഥാപനം. വിവിധ സമൂഹങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള വിവാഹങ്ങൾ കാണാൻ കഴിയും. പങ്കാളികളുടെ അടിസ്ഥാനത്തിൽ വിവാഹത്തെ ഏകവിവാഹം അഥവാ മോണോഗാമി, ബഹുവിവാഹം അഥവാ പോളിഗാമി എന്നിങ്ങനെ തരംതിരിക്കാം. ഏകവിവാഹം